ലോകകപ്പിനു വേണ്ടിയുള്ള ഫുട്ബോൾ മാമാങ്കത്തിൽ 48 ടീമുകൾ 48 രാജ്യങ്ങൾ കളത്തിലിറങ്ങി. 4-1 നേരത്തെ പുറത്തായി. അവസാന 16-ലെത്താനുള്ള പോരാട്ടത്തിൽ പിന്നെയും ഓരോന്നായി പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടീമിനും ഒരു സ്വയം വിലയിരുത്തലുണ്ട്. മറ്റു ടീമുകളെ പറ്റിയും അവർ പഠിച്ചിട്ടുണ്ട്. ഈ പോര് അത്ര എളുപ്പമല്ല എന്ന ബോധ്യം എല്ലാവർക്കുമുണ്ട്. കളിയിലായാലും യുദ്ധത്തിലായാലും തോറ്റു തുന്നമ്പാടി തിരിച്ചു പോരാമെന്ന് പറഞ്ഞല്ലല്ലോ ആരും കളത്തിലിറങ്ങുന്നത്. കപ്പെടുക്കാമെന്ന പ്രതീക്ഷയോടും പൊരുതാനുള്ള വീര്യത്തോടും കൂടിയാണ് ഓരോ ടീമുകളും കളത്തിലിറങ്ങുന്നത്. ഈ ടീമുകളുടെ ആത്മവിശ്വാസവും വീര്യവും ഒത്തിണക്കവും ഉത്സാഹവും ഒക്കെ അഭിനന്ദനാർഹമാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി മറ്റൊന്നാണ്. ഇപ്പോഴത്തെ അവസ്ഥയും ശ്രമങ്ങളും വെച്ച് നോക്കിയാൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും ഒരു ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് യോഗ്യത നേടാൻ സാധ്യതയില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ മൂലയിൽ കൊച്ചു കേരളത്തിലെ കുറെ കളിഭ്രാന്തന്മാർ, അവരെ ആരാധകരെന്ന് വിളിക്കാൻ പറ്റില്ല, ഈ കളിയുടെ പേരും പറഞ്ഞ് മാധ്യമക്കളത്തിൽ നടത്തുന്ന വിലകെട്ട പോരുകൾ. ഒരു കളിയിലും ഒരു കളത്തിലും ഇറങ്ങിയിട്ടില്ലാത്ത മൂഞ്ചിക്കാടന്മാരൊക്കെ ഈ കളത്തിൽ പൊരിഞ്ഞ അടിയാണ്. കുറച്ചുപേർ മെസ്സിയുടെ പക്ഷം, കുറച്ചുപേർ റൊണാൾഡോയ്ക്കൊപ്പം, പിന്നെ ആട് ഒട്ടകം കഴുത വിളികൾ കൊണ്ട് അഭിഷേകം. മെസ്സി പൊളിച്ചു, റൊണാൾഡോ പൊളിഞ്ഞു, പോർച്ചുഗൽ തീർന്നു, ബ്രസീൽ തകർന്നു എന്നിങ്ങനെ പോർവിളിക്കോപ്രായങ്ങളുടെ ബഹളമാണ്. ഏതെങ്കിലും ടീമിനെയോ കളിക്കാരെയോ നിങ്ങൾ ആർത്തു വിളിക്കുകയോ ആരാധിക്കുകയോ എടുത്തുകൊണ്ട് നടക്കുകയോ ഒക്കെ ചെയ്തോ ഒരു കുഴപ്പവുമില്ല. അതിന് മറ്റേതെങ്കിലും കളിക്കാരെയോ ടീമിനെയോ തെറി പറയണോ, വില കുറച്ച് കാണണോ? ഈ ടീമുകളെല്ലാം മാന്യമായി കളിച്ചു തിമിർത്ത് ലോകത്തെ ആകെ രോമാഞ്ചം കൊള്ളിക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ചേരിതിരിഞ്ഞ് പോരടിക്കുന്നത് എന്തിനാണ്? ചില കളിക്കാരോട് നമുക്കെല്ലാം പ്രത്യേകിച്ച് ഇഷ്ടം തോന്നും, എനിക്കുമുണ്ട്. എങ്കിലും അപകടം പിടിച്ച അല്പത്തരം വെളിപ്പെടുത്തുന്ന ഈ ചേരിതിരിവിനെക്കുറിച്ച് പുച്ഛമാണ് തോന്നുന്നത്. തൽക്കാലം ഒരു നിരീക്ഷണത്തിന് 2 സൂപ്പർ താരങ്ങളെ മാത്രം ഒന്നെടുക്കുകയാണ്. നിങ്ങൾ മനസ്സിൽ കണ്ടവർ തന്നെ, സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. അതുല്യ ഫുട്ബോൾ പ്രതിഭകൾ. 2 പേർക്കും ലോകം ഗോട്ട് എന്ന പട്ടം ചാർത്തിയിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് അർത്ഥം. ചിലരെങ്കിലും പരിഹസിക്കുന്നത് ബലിയാട് എന്ന അർത്ഥത്തിലാണ്. ഉസ്ബെക്കിസ്ഥാനുമായുള്ള കളിയിൽ പോർച്ചുഗൽ 5-0 തകർപ്പൻ ജയം നേടിയിട്ടും അതിൽ 2 ഗോൾ 41-കാരൻ ക്യാപ്റ്റൻ റൊണാൾഡോ എന്ന CR7 വകയായിട്ടും ഒരുത്തൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: അങ്ങനെ അണ്ണൻ 54-ാം സ്ഥാനത്തുള്ള ടീമിനോട് കളിച്ച് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഒട്ടകമാണെന്ന് വീണ്ടും തെളിയിച്ചു. പിന്നെ തെറികളാണ്. ഞാനാണ് കേമൻ എന്നും പറഞ്ഞ് റൊണാൾഡോ ആരോടും തർക്കിക്കാൻ പോയിട്ടില്ല. പിന്നെന്തിനാണ് അയാളെ ആക്ഷേപിക്കുന്നത്? കളിക്കാൻ അറിയില്ല, കളിക്കാരെ അറിയില്ല, കളിയെപ്പറ്റി ഒട്ടും അറിവില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇമാതിരി വിഷം കലക്കുന്നത് എന്തിനാണ്? പന്തുമായി ബോക്സിലെത്തുന്ന മെസ്സിയെപ്പോലെ അപകടകാരിയായ ഒരു കളിക്കാരനില്ല എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം, പ്രത്യേകിച്ച് എതിരാളികൾക്ക്. പക്ഷേ അവർക്ക് അയാളെ തളയ്ക്കാൻ എളുപ്പമല്ല. പിടിമുറുക്കുമ്പോൾ വഴുതിപ്പോകുന്ന വരാൽ പോലെയാണ് അയാൾ. പൂച്ച എലിയെ തട്ടിക്കളിക്കുന്നത് പോലെയാണ് അയാൾ ലോകപ്രശസ്ത ഡിഫൻഡർമാരെ വട്ടം കറക്കുന്നതും വെട്ടിച്ചു വീഴ്ത്തുന്നതും. ഗോളടിക്കുന്നതിനേക്കാൾ കൃത്യതയാണ് അയാളുടെ പാസുകൾക്ക്. അയാളുടെ ഗോളുകളേക്കാൾ മനോഹാരിത അയാളുടെ പാസുകൾക്കാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറില്ലേ? വിദഗ്ധനായൊരു മരപ്പണിക്കാരൻ അളന്നു വരച്ച വരയിലൂടെ എന്ന പോലെയാണ് അയാൾ കൂട്ടുകളിക്കാരൻ്റെ കാലിൽ പന്തെത്തിക്കുന്നത്. കാണികളെയും കളിക്കാരെയും ഒരുപോലെ അമ്പരപ്പിച്ച ഒരു കെമിസ്ട്രിയുടെ ഫലമായിരുന്നു ഓസ്ട്രിയയുമായുള്ള കളിയിലെ മെസ്സിയുടെ ആദ്യ ഗോൾ. വേണമെങ്കിൽ കാലിൽ കൊരുത്ത് അനായാസം ഒരു ഷോട്ട് പായിക്കാവുന്ന വിധത്തിൽ വന്ന പന്ത് തൊടാതെ കാലിനിടയിലൂടെ കടത്തിവിടുകയാണ് 16-ാം നമ്പർ ജേഴ്സി തിയാഗോ അൽമാഡ. തൊട്ടു പിന്നിൽ മെസ്സി ഉണ്ടെന്ന് അയാൾക്കറിയാം. അതാണ് അവർ തമ്മിലുള്ള പൊരുത്തം, കെമിസ്ട്രി. മെസ്സിയുടെ ആ അപ്രതീക്ഷിത ഇടംകാൽ ഷോട്ട് വല കുലുക്കി എന്നല്ലാതെ എന്ത്. ഗോൾ കീപ്പറായ അലക്സാണ്ടർ ഷ്ലാഗർ ഉൾപ്പെടെ 5ഓളം ഓസ്ട്രിയൻ കളിക്കാർ പെനാൽറ്റി ബോക്സിലുണ്ടായിരുന്നു. പക്ഷേ അവർക്കിടയിലൂടെയാണ് ലയണൽ മെസ്സി മനോഹരമായ 2ാമത്തെ ഗോൾ നേടിയത്. എത്ര നേർത്ത ഒരു ഗ്യാപ്പാണ് മെസ്സി കണ്ടെത്തിയത്! 2 വട്ടം ഗോൾ പോസ്റ്റിൽ നിന്ന് ഗോളിയുടെ കയ്യിൽ നിന്ന് ബൗൺസ് ചെയ്ത പന്ത് ഒരു ചെറിയ പഴുതിലൂടെ അയാൾ വലയിലേക്ക് കടത്തിവിടുകയാണ്. മഹാഭാരത കഥയിലെ ദ്രോണരുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന അർജുനനെ പോലെയാണ് മെസ്സിയുടെ കളി. വില്ലുകുലച്ച് നിൽക്കുന്ന അർജുനൻ പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്നത് പോലെ മെസ്സി ഗോൾ വലയിലേക്കുള്ള പഴുത് മാത്രമേ കാണുന്നുള്ളൂ. കളിയുടെ 9-ാം മിനിറ്റിൽ മെസ്സി ഒരു പെനാൽറ്റി പാഴാക്കുന്നുണ്ട്. ആ സമയത്ത് ഉസ്ബെക്ക് ഗോളി ഷ്ലാഗർ വല്ലാത്തൊരു ആനന്ദം പ്രകടമാക്കിയിരുന്നു. മെസ്സി വിരോധികൾ അപ്പോഴേ ട്രോളുകൾ തയ്യാറാക്കി തുടങ്ങിയിരുന്നു. അധികം വൈകാതെ മെസ്സി ഒരു വലങ്കാൽ ഷോട്ട് പായിച്ചു. ഷ്ലാഗർ അതും തടുത്തിട്ടു. ഇത് മെസ്സിയുടെ ദിവസമല്ല എന്ന് ചിലരെങ്കിലും വിശ്വസിച്ചു തുടങ്ങി. എന്നാൽ മെസ്സി വിരോധികളുടെ വായടച്ചുകൊണ്ട് 38-ാം മിനിറ്റിൽ മെസ്സി ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ചു. ആ മത്സരത്തിലെ
ഹാട്രിക്കിലെ രണ്ടാമത്തെ ഗോളാണ് അയാളുടെ പ്രതിഭയുടെ സാക്ഷ്യം. ഗോൾ കീപ്പറുടെ കയ്യിൽ ഒതുങ്ങാതെ തിരിച്ചു വന്ന പന്ത് 5 ഡിഫൻഡർമാർക്കിടയിലൂടെ ഒരു സ്മൂത്ത് ഗ്രൗണ്ട് ഷോട്ടിലൂടെ വലയിലേക്ക് കടത്തിവിടുന്ന ആ മെസ്സി മാജിക് പന്ത് കൊണ്ടുള്ള മനോഹര കവിതയാണ്. അതിൽ കാണാം അയാളുടെ ഓപ്പർച്യൂണിസവും കൃത്യത. മെസ്സിയുടെ പെനാൽറ്റി പാഴായപ്പോൾ അലറി വിളിച്ച് ഗോഷ്ടികൾ കാണിച്ച സ്ലാഗറിന് കളി അവസാനിച്ചപ്പോൾ നിരാശനായി ഗ്രൗണ്ടിൽ ചുറ്റി നടക്കേണ്ടി വന്നു. മെസ്സിക്ക് ജൂൺ 24-ന് 39 വയസ്സ് തികഞ്ഞു. ഈ പ്രായത്തിൽ ഇത്ര മികവും കായിക ക്ഷമതയും പുലർത്തുന്നവർ കുറവായിരിക്കും. 41 വയസ്സുള്ളപ്പോൾ സെറീന വില്യംസ് US ഓപ്പണിൽ ഒരു മത്സരം വിജയിച്ചു. ലോക 2ാം നമ്പർ താരമായിരുന്ന അനറ്റ് കോണ്ടാവെയ്റ്റിനെയാണ് സെറീന കീഴടക്കിയത്. മത്സരശേഷം സെറീന ഒരു ചോദ്യം നേരിട്ടു. ഈ പ്രായത്തിലും നിങ്ങൾ ഇത്ര ഉയർന്ന നിലവാരം പുലർത്തുന്നത് എങ്ങനെ? ഇതെന്തൊരു മാജിക്കാണ്? സെറീനയുടെ മറുപടി വളരെ ലളിതമായിരുന്നു. നോ മാജിക്, ഐ ആം ജസ്റ്റ് സെറീന. അത് തന്നെയാവും മെസ്സിക്കും പറയാനുള്ളത്. ഞാൻ മെസ്സിയാണ്. അതിന് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരനെന്ന് എല്ലാവരും വാഴ്ത്തുന്ന ലയണൽ മെസ്സിയെക്കുറിച്ച് അസൂയക്കാർക്ക് പല കുറ്റങ്ങളും പറയാനുണ്ടാവും. അയാൾ ഗ്രൗണ്ടിൽ ഓടുകയല്ല, നടക്കുകയാണ്. അദ്ദേഹം വിശ്രമിക്കുകയാണെന്ന് കരുതുന്ന ഡിഫൻഡർമാർക്ക് ഒരു മാജിക് പാസിലൂടെയോ ഗോളിലൂടെയോ അയാൾ പണി കൊടുത്തിരിക്കും. 8 തവണയാണ് അദ്ദേഹം ബലോൺ ഡി ഓർ പുരസ്കാരം സ്വന്തമാക്കിയത്. എതിരാളികൾക്ക് പോലും അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടി വരുന്നത് ഈ മാന്ത്രികത കൊണ്ടാണ്. അയാൾ ഇപ്പോഴും കളിക്കാരെ വളരെ കൂളായി വെട്ടിച്ചു കുതിക്കും. 20കളിലെ ഒരു ചെറുപ്പക്കാരനെ പോലെ ഗോളുകൾ ഫിനിഷ് ചെയ്യും. ലയണൽ മെസ്സിയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച കളിക്കാരൻ. ശരിക്കും ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന കാര്യത്തിൽ ഇനിയും ആർക്കും ഒരു സംശയവും ഉണ്ടാകേണ്ടതില്ല. 39ാം വയസ്സിൽ ലോകകപ്പ് റെക്കോർഡ് പുസ്തകങ്ങളുടെ നെറുകയിലെത്തുക എന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒട്ടും പിന്നിലല്ല. മെസ്സിയേക്കാൾ 2 വയസ്സ് കൂടി മൂപ്പുള്ളവൻ 6ാം വട്ടം ലോകകപ്പ് കളിക്കുകയാണ്. മെസ്സിയേക്കാൾ വരുമാനമുള്ളവൻ. മെസ്സി ദിവസം 3 കോടി രൂപ കീശയിലാക്കുമ്പോൾ റൊണാൾഡോ നേടുന്നത് 7 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം മെസ്സിയുടെ ആകെ വരുമാനം 1200 കോടിയായിരുന്നു. അതേസമയം റൊണാൾഡോ നേടിയത് 2380 കോടി രൂപയാണ്. ഇതുപോലൊരു കളിക്കാരനെ ഇനി ഒരിക്കലും കാണാൻ പോകുന്നില്ല. മദൈറ എന്ന ചെറുദ്വീപിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച കുട്ടി ലോകം മുഴുവൻ അറിയുന്ന ഒരു ഇതിഹാസമായി വളർന്നു. അതൊരു ജീവിതകാലം മുഴുവൻ നീണ്ട കഠിനാധ്വാനത്തിൻ്റെ കഥയാണ്. 1985 ഫെബ്രുവരി 5-ന് പോർച്ചുഗലിലെ മദൈറ ദ്വീപിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിച്ചത്. ഒന്നുമില്ലായ്മയിലും അവനൊരു സ്വപ്നമുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാകണം. പലരും പ്രതിഭയെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ റൊണാൾഡോ വിശ്വസിച്ചത് മറ്റൊന്നിലാണ്, കഠിനാധ്വാനം. 2004-ൽ പോർച്ചുഗൽ ദേശീയ ടീമിലെത്തി. 2026 മുതൽ ലോകകപ്പ് മത്സരങ്ങളിൽ അയാൾ രംഗത്തുണ്ട്. 41ാം വയസ്സിൽ പോലും ലോകകപ്പിൽ ഗോൾ നേടുക അത് വെറും ശരീരക്ഷമതയുടെ കാര്യമല്ല, മനസ്സിൻ്റെ ശക്തിയാണ്. ഈ ലോകകപ്പിൽ അദ്ദേഹം വീണ്ടും ലോകത്തോട് പറഞ്ഞു, ഞാനിപ്പോഴും ഇവിടെയുണ്ട്. ഉസ്ബെക്കിസ്ഥാനെതിരായ പോർച്ചുഗലിൻ്റെ 5-0 വിജയത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ 2 ഗോളുകളും ചരിത്രമെഴുതുകയായിരുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ വലതുവശത്തു നിന്ന് വന്ന കൃത്യമായ ക്രോസിനെ റൊണാൾഡോ 6 യാർഡ് അകലെ നിന്ന് ഒറ്റ ടച്ചിൽ വലയിലെത്തിച്ചു. ഈ ഗോളിലൂടെ അദ്ദേഹം 6 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ലോകത്തിലെ ആദ്യ താരമായി. ലാളിത്യവും മികച്ച പൊസിഷനിങ്ങും സമയോചിതമായ ഫിനിഷിങ്ങും ഈ ഗോളിൻ്റെ പ്രത്യേകതകളായിരുന്നു. 2ാം പകുതിയിൽ വീണ്ടും ശരിയായ സമയത്ത് ബോക്സിലെത്തി ലഭിച്ച അവസരം കൃത്യമായി ഫിനിഷ് ചെയ്ത് അയാൾ 2ാമത്തെ ഗോൾ നേടി. അതോടെ പോർച്ചുഗലിൻ്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ 2 ഗോളുകളും അതിശയകരമായ ദൂര ഷോട്ടുകളോ ബൈസിക്കിൾ കിക്കുകളോ ആയിരുന്നില്ല. പകരം മികച്ച പൊസിഷനിങ്, സമയബോധം, ഗോൾ വലയ്ക്ക് മുന്നിലെ മാരകമായ ഫിനിഷിംഗ്, താൻ ഇന്നും പഴയ നിലവാരത്തിലാണെന്ന് തെളിയിച്ച ഗോളുകളായിരുന്നു. പന്തുമായി അയാൾ ട്രിബിൾ ചെയ്യുന്നത് നൃത്ത ചുവടുകളോടെയാണ്. ഗോളുകളും റെക്കോർഡുകളും സൃഷ്ടിക്കുന്നതിനൊപ്പം അയാൾ പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഓരോ ഇതിഹാസത്തിൻ്റെയും ജീവിതത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകും, പരാജയങ്ങളും ഉണ്ടാകും, കരച്ചിലുണ്ടാകും. റൊണാൾഡോയും അതിൽ നിന്ന് വ്യത്യസ്തനായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ വേറിട്ടതാക്കിയത് ഒരു കാര്യമാണ്. ഓരോ വീഴ്ചയ്ക്ക് ശേഷവും അയാൾ ഓരോ തവണയും എഴുന്നേറ്റു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ ചിലർ ഗോട്ട് എന്ന് വിളിക്കും, ചിലർ CR7 എന്ന് വിളിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഗോളുകളോ ട്രോഫികളോ അല്ല, സ്വപ്നം കാണാനും അതിനായി കഠിനാധ്വാനം ചെയ്യാനും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ അദ്ദേഹം പ്രചോദിപ്പിച്ചു. ഔന്നത്യത്തിൽ തിളങ്ങുമ്പോഴും ലാളിത്യവും കാരുണ്യവും പുലർത്താമെന്നും അയാൾ കാണിച്ചു തന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകളും തകർന്നേക്കാം. പക്ഷേ അച്ചടക്കത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രതീകമായി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് എന്നും
ഫുട്ബോൾ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കും. കാരണം ഇതിഹാസങ്ങൾ കളി അവസാനിപ്പിക്കും, പക്ഷേ അവരുടെ കഥയൊരിക്കലും അവസാനിക്കില്ല. 4 വട്ടം കപ്പെടുത്ത ജർമ്മനി പോലും എങ്ങും എത്താതെ പുറത്തായി. ഇനി ആരൊക്കെ വീഴാൻ പോകുന്നു? ഇനി എത്ര അട്ടിമറികൾ നടക്കാൻ പോകുന്നു? കളികൾ ജയിക്കാൻ മാത്രമല്ല, മാന്യമായി പൊരുതാനും അന്തസ്സോടെ തോൽക്കാനും കൂടി ഉള്ളതാണ് എന്ന് ഓരോ മഹാകായിക ഉത്സവവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.